കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൊണ്ടേ കൊടുക്ക. ഓ ഏട്ടാ, ഏട്ടാ, ജ്യോതി, നീ കോഫി. കോഫി. ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല ഏട്ടാ. നിനക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന്. ജ്യോതി,
ನಮಸ್ಕಾರ ಡಿ ಕೆ ಸರ್. ಡಿ ಕೆ ಸರ್ ಚೆನ್ನಾಗಿದ್ದಾರಾ? ಐ ಆಮ್ ವಿಘ್ನೇಶ್, MP വിഘ്നേഷ്. സുഖമല്ലേ ഡി കെ? വാർത്തകൾ വളരെ മോശം. അതുകൊണ്ട് ഞാൻ ഈ പത്രങ്ങളൊന്നും അങ്ങനെ വായിക്കാറില്ല. എന്നാലും ഈ വാർത്ത വായിച്ചു. നക്ഷത്ര വേശ്യാലയത്തിന്റെ ഉടമ ഡി കെ അറസ്റ്റിൽ. ഞാൻ പറഞ്ഞില്ലേ ഡി കെ, എല്ലാം നഷ്ടപ്പെട്ട് നീ നിൽക്കുമ്പോ നിന്നെ കാണാൻ ഞാൻ വരുമെന്ന്. നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയല്ലേ? ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കണം. ഞാൻ അനുഭവിച്ച വേദനകളും അപമാനവും അതിനേക്കാൾ 100 ഇരട്ടി വലുതായി നീ അനുഭവിക്കണം. അതിന്റെ തുടക്കം മാത്രമാ നിന്റെ ഭാര്യ നിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി ഓരോന്നോരോന്നായി നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. നീ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഈ അമരാവതി വീട് പിന്നെ നിനക്കൊരു വേദനിക്കുന്ന ഓർമ്മ മാത്രമായിരിക്കും ഡി കെ. ഓ, നീ എന്റെ ഭാര്യ ഇറങ്ങിപ്പോയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതല്ലേ? എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ജ്യോതി അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് ഒരിടത്തും പോയിട്ടില്ല. ഈ നിമിഷത്തിലും അവൾ എന്റെ ഭാര്യയാടോ. എനിക്കൊരാവശ്യമുണ്ടായാൽ ആ നിമിഷം ജ്യോതി എന്റെ അടുത്തുണ്ടാവുമെന്ന് എനിക്കറിയാം. എവിടുന്നോ ഒരുത്തി ഇറക്കി തൽക്കാലത്തേക്ക് എന്നെ ഒന്ന് നാണം കെടുത്തി. അതുകൊണ്ട് ഞാനങ്ങ് തകർന്നു പോകുന്നു കരുതിയോ? വെറുതെ ഇവരെയും കൊണ്ട് കോമാളി കളിക്കാൻ നിൽക്കരുത്. നിനക്ക് ഡി കെ ശരിക്കും അറിയില്ല. എനിക്കിഷ്ടപ്പെട്ട ഡി കെ നിന്റെ ഈ ധൈര്യം. പക്ഷെ കാട്ടാനയ്ക്ക് നേരെ നെഞ്ചി വിരിച്ചു നിൽക്കുന്നത് ബുദ്ധിയില്ലാത്തവന്റെ വിഡ്ഢിത്തമാണ്. അപകടകാരിയായ ഒറ്റയാനെ നല്ല വാരിക്കുഴി ഒരുക്കി വീഴ്ത്താനും എനിക്കറിയാം. മൈസൺ, എന്താ ഇവിടെ? മൈ ഗോഡ്, അമ്മ, ഡി കെയുടെ അമ്മ. എത്ര നാളായിട്ട് ഞാൻ അമ്മയൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുക. അമ്മയെ മാത്രമല്ല, ഡി കെയുടെ ഈ മരുമക്കളെയും, മായ, ചിത്ര, താര. കറക്റ്റ് അല്ലേ? അമ്മ, ഇതുപോലൊരമ്മ എനിക്കും ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല അഴകുള്ള വീട്, അമരാവതി, എന്ത് നല്ല പേര്. മായ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം പ്ലീസ്. എനിക്ക് അമ്മതാൻ കടവുൾ, ദൈവം, എന്റെ ലൈഫേ അമ്മതാൻ. എന്നിട്ട് നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? ഇവിടെ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്റെ അമ്മ. കള്ളിയാ, ഭയങ്കര കള്ളി. പോയപ്പോ എന്നോട് പറയാതെ ഒറ്റ പോക്കങ്ങ് പോയി. അമ്മയ്ക്ക് ഭഗവാനിൽ ലയിക്കാൻ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ അമ്മയുടെ പ്രായം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ചിരിയും. എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നോട്. വെള്ളം. താങ്ക്സ്. എൻ്റെ അമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയാണ്.
പക്ഷേ മരിച്ചുപോയി. അല്ല, കൊന്നു. ഇവൻ അമ്മയുടെ ഈ മകൻ DK. ഇവനാ എന്റെ അമ്മയെ കൊന്നത്. എടാ മോനെ, ഏതാണ് ഇവൻ? ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത്? വിഘ്നേഷ്, MP വിഘ്നേഷ്. യെസ്, ഞാനത്. അമ്മയില്ലാതായിപ്പോയ ആ മകൻ ഞാൻ തന്നെയാണ്. നിന്റെ അമ്മ മരിച്ചതിന് കാരണം ഞാനല്ല, നീ തന്നെയാ. നോ, നീ കള്ളം പറയുന്നു DK. കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം മകന്റെ വിവാഹം മുടങ്ങിയതിന്റെ ആഘാതത്തിൽ ഹൃദയം പൊട്ടിയ എന്റെ അമ്മ പോയത്. ആ കല്യാണം മുടക്കി അവളെയും കൊണ്ടുപോയത് നീയും നിന്റെ ഭാര്യയും കൂടി ചേർന്ന. അതിന്റെ ഫലം നീയും നിന്റെ ഭാര്യയും ഈ കുടുംബവും അനുഭവിക്കണം. അനുഭവിപ്പിക്കും, ഞാൻ അനുഭവിപ്പിക്കും. അമല നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നീ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവള് സ്നേഹിച്ചത് എന്റെ അനിയനെയാ. നീ താലി കെട്ടിയാൽ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന അവള് പറഞ്ഞു. നോ, കള്ളം പറയരുത്. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് അവളെ ജീവനായിരുന്നു. അവൾക്ക് അമ്മയും ജീവനായിരുന്നു. അവൾ എനിക്ക് ഒരുപാട് മോഹങ്ങൾ തന്നു. വിഘ്നേഷ്, നീ അങ്ങനെ തെറ്റിദ്ധരിച്ചു. അവള് നിന്റെ അമ്മയെ സ്നേഹിച്ചു, അത് സത്യമാണ്. നിന്റെ അമ്മ ഒരു നല്ല സ്ത്രീയായിരുന്നു. ബാംഗ്ലൂരിൽ അമലയ്ക്കും അമ്മയ്ക്കും സുരക്ഷിതമായി താമസിക്കാൻ ഒരിടം നൽകിയ നല്ലൊരു സ്ത്രീയായിരുന്നു നിന്റെ അമ്മ. ആദ്യം നിനക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല. നിന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവളൊരു താരമായപ്പോ, സിനിമാ നടിയായി പ്രശസ്തിയായപ്പോ നീ അവളുടെ പിന്നാലെ ചെന്നു. നീയും അവളും തമ്മിൽ പ്രണയത്തിലാണെന്ന് നിന്റെ അമ്മയെ നീ തെറ്റിദ്ധരിപ്പിച്ചു. അമലയുടെ അമ്മയെ പണം കൊടുത്ത് സ്വാധീനിച്ചു. വിഘ്നേഷ്, നിനക്കറിയാമോ, ജീവിതകാലം മുഴുവൻ അവളെ ഓർത്ത് വേദനിച്ചവനാ എന്റെ അനിയൻ. എന്റെ അനിയന് വേണ്ടി ജീവിച്ചവളാ അമല. അവരെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ അതിന്റെ പേരിലുണ്ടാവുന്ന ഏത് പ്രശ്നവും നേരിടാനും എനിക്കറിയാം. മോനെ, പെണ്ണിന്റെ മനസ്സറിയേണ്ടത് അതത്ര ഈസി അല്ല. അവളുടെ ലവ് നേടുക എന്നുള്ളത് ഭയങ്കര ടഫാണ്. അമ്മ പറയുന്ന മോനെന്ന് കേൾക്ക്. മോൻ വേറൊരു കല്യാണം കഴിക്കേ, അപ്പൊ എല്ലാം ഓക്കെ ആവും. ഇല്ലമ്മേ, എനിക്കിനി അതിന് പറ്റില്ല. അവള് കാരണം ഞാൻ നാണം കെട്ടുപോയി. എന്റെ അമ്മ പോയി. അപമാനം, കളിയാക്കൽ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. ഭ്രാന്തായി എനിക്ക്. അത് മാറാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഒന്നുകിൽ നീ എനിക്ക് എന്റെ അമ്മയെ തിരികെ തരണം, അതല്ലെങ്കിൽ അമലയെ തിരികെ തരണം. തരണം, തന്നേ പറ്റൂ. അതല്ലാതെ എന്റെ കലി അടങ്ങില്ല. നിന്റെ അനിയനോട് അവളെ എനിക്ക് തിരിച്ചു തരാൻ പറ. അതല്ലെങ്കിൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. ഇപ്പൊ നിന്റെ മാനം പോയി, നിന്റെ ഭാര്യ പോയി. അങ്ങനെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കും. നിന്റെ ഈ മക്കളും മരുമക്കളും എല്ലാം നിന്നെ കളഞ്ഞിട്ട് പോവും. DK, ഈ അമ്മയെ ഞാനങ്ങ് കൊണ്ടുപോകും. മൈസൺ, ഞാനൊരു മോനെ പോലെ കരുതി പറയാ. മോന്റെ ചാട്ടങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ പോയത് സങ്കടം തന്നെയാ. പക്ഷെ അമലെ തിരിച്ചു ചോദിച്ചാ ഞങ്ങൾ വിഷമിച്ചു പോവും. അവളിപ്പോ എന്റെ മോന്റെ ഭാര്യ. അവര് സന്തോഷത്തോടെയാ ജീവിക്കുന്നത്.
നിങ്ങൾ ഈ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. സ്വർഗം പോലെ ഞങ്ങൾ ജീവിക്കുന്ന വീടാ അമരാവതി. ദയവ് ചെയ്ത് ഇവിടെ വന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. DK ഞങ്ങളുടെ ദൈവമാ. DKയുടെ ലൈഫിൽ കയറി പ്രശ്നം ഉണ്ടാക്കി അതില്ലാതാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ ഈ ദൈവം എന്റെ ലൈഫ് തകർത്തു. എന്റെ MP സ്ഥാനവും നഷ്ടമാവും. ഒരു പെണ്ണിനെ നോക്കാൻ പറ്റാത്തവൻ എങ്ങനെ നാട് നോക്കും? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? DK, അമലെ എനിക്ക് തിരിച്ചു വേണം. തിരിച്ച് തന്നേ പറ്റൂ. എനിക്കവളെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജയിക്കാൻ. നിനക്കറിയോ, അന്ന് കല്യാണത്തിന്റെ റിസപ്ഷന് വേണ്ടി ഞാനും അവളും കൂടിയുള്ള 100 കട്ടൗട്ടുകളാ എന്റെ മണ്ഡലത്തിൽ വാരി വിതറിയത്. അതെല്ലാം ആളുകൾ കീറിക്കളഞ്ഞു. ഇനി എനിക്കത് വീണ്ടും ഉയർത്തണം DK. എനിക്ക് അവളെ തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. നീയും നിന്റെ അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും നിന്റെ ഈ അമരാവതി വീടും ചരിത്രത്തിൽ പോലും ഉണ്ടാവില്ല. എന്തു പോക്കത്തിനാണ് നീ പറയുന്നേ? അമല എന്റെ മരുമകളാ. അവളെ നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? തിരിച്ചു തരാൻ അവളെന്താ നിന്റെ ഞങ്ങളെ കടം മേടിച്ചതാണോ? ദേ, മര്യാദയ്ക്ക് പൊക്കോണം. പൊരുത്തം കെട്ടിയ പെണ്ണിനെ വേണമെന്ന് പറയാൻ എന്ത് മര്യാദയുള്ളത്? അവൾക്ക് വേണ്ടി എന്റെ മോൻ ഒരുപാട് അനുഭവിച്ചതാ. ഭ്രാന്താശുപത്രി വരെ നടന്നു. അതറിയോ നിനക്ക്? നോ, എനിക്കതൊന്നും അറിയണ്ട. അവളെ തിരിച്ചു കൊണ്ടുപോയി ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ ജയിച്ചു എന്ന് കാണിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും DK. അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അധികാരം ഒരു ഭ്രാന്ത DK. അത് കയ്യിന്ന് പോയാ എല്ലാം പോവും. കഴിഞ്ഞ 50 കൊല്ലമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാ ആ മണ്ഡലത്തിലെ MP. എന്റെ മുത്തച്ഛൻ, എന്റെ അച്ഛൻ, എന്റെ ജ്യേഷ്ഠൻ, ഇപ്പൊ ഈ ഞാനിപ്പോ തോൽവിയുടെ വക്കിൽ നാണം കെട്ട് നിൽക്കുക. എനിക്കവളെ തിരിച്ചു കൊണ്ടു ചെന്ന് ജനങ്ങളുടെ മുന്നിൽ ഭാര്യയായി കാണിച്ചേ പറ്റൂ DK. ഇതൊന്നും നടക്കില്ല വിഘ്നേഷ്. ഈ വീടിന്റെ സമാധാനവും സന്തോഷമാണ് നീ ചോദിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. അത് നടക്കില്ല. അതിനുള്ള കളിയാണ് നീ ഇതുവരെ കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചതെങ്കിൽ ഇപ്പൊ കളി നേർക്ക് നേരെയാ. എന്റെ ചങ്കില ഞാൻ എന്റെ ഈ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ പോലും എനിക്കത് സഹിക്കില്ല. ഇവിടെ നിന്ന് ഇത്രയും പറയാൻ നിന്നെ ഞാൻ അനുവദിച്ചു തന്നെ എന്റെ മാന്യതയായിട്ട് കണ്ടാ മതി. ഇനി നിനക്ക് പോവാം. പറ്റില്ല DK. ഞാൻ വിചാരിച്ചത് നേടാതെ തിരിച്ചു പോകില്ല ഞാൻ. നീ തന്നെ അവളെ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ.